ഇടുക്കി തോപ്രാംകുടിയിൽ കുടിവെള്ള ടാങ്കിൽ വിഷം കലർത്തിയതായി പരാതി. പ്രകാശ് ടവർ ജംഗ്ഷൻ കിണറ്റൂലിയിൽ അനീഷിന്റെ വീട്ടിലെ കുടിവെള്ള ടാങ്കിലാണ് കീടനാശിനി കലർത്തിയതായി പരാതി ഉയർന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം ശ്രദ്ധയിൽപ്പെട്ടത്. മുരിക്കാശ്ശേരി പോലീസ് കേസെടുത്തെങ്കിലും അന്വേഷണത്തിന് വേഗത പോരെന്ന ആരോപണവും ശക്തമാണ്. തോപ്രാംകുടിക്ക് സമീപം പ്രകാശ് ടവർ ജംഗ്ഷൻ ചന്ദ്രകവല സ്വദേശി അനീഷിന്റെ വീട്ടിലെ കുടിവെള്ള ടാങ്കിലാണ് കീടനാശിനി കലർത്തിയതായി കണ്ടെത്തിയത്. കഴിഞ്ഞ രാത്രിയാണ് സംഭവം ശ്രദ്ധയിൽപ്പെട്ടത്. രാത്രി 8:30 അനീഷും ഭാര്യ മോളിയും മക്കളായ അനുഗ്രഹയും ആദവും ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയപ്പോൾ കുടിവെള്ളത്തിന് യാതൊരു കുഴപ്പവുമില്ലായിരുന്നു. 8:45 ഭക്ഷണം കഴിച്ച ശേഷം തിളപ്പിച്ച കുടിവെള്ളത്തിന്റെ ചൂട് കുറയ്ക്കുവാനായി ടാപ്പിൽ നിന്നും വെള്ളം പിടിച്ചപ്പോഴാണ് നിറമാറ്റം ശ്രദ്ധയിൽപ്പെട്ടത്. ചോറിന് കഴിഞ്ഞിട്ട് ഇപ്പം ഈ വെള്ളം കുടിക്കാൻ വേണ്ടി ഗ്ലാസ്സിലേക്ക് ഊറ്റി കഴിഞ്ഞപ്പം ആ വെള്ളത്തിന് കുഴപ്പമില്ല. അപ്പം ഞാൻ ഈ വെള്ളം ചൂട് കൂടുതലായതുകൊണ്ട് ഈ ടാപ്പിൽ തന്നെ വെള്ളം എടുത്ത് ഗ്ലാസ്സിലേക്ക് വെച്ചപ്പം ഗ്ലാസ്സിലെ വെള്ളം പതഞ്ഞ് കയറി വരുന്നു. ഒരു നീല കളർ പോലെ ഉണ്ട്. ഞാനിതോർത്ത് ദിവസം ഗ്ലാസ്സിനകത്ത് എന്തെങ്കിലും ആയിരിക്കും ഞാൻ ഈ ഗ്ലാസ് വെള്ളം ഈ വാഷ് ബേസിനകത്തിട്ട് മറിച്ച് കളയും. വീണ്ടും ഞാൻ അടുത്ത ഗ്ലാസ് എടുത്ത് ഈ വെള്ളം പിടിച്ച് കഴിഞ്ഞപ്പോൾ അതേ കളർ തന്നെ വന്നുകൊണ്ടിരിക്കും. വീണ്ടും ഞാൻ വേറെ ഗ്ലാസ്സിൽ എടുത്തപ്പോഴും വീണ്ടും അതേ കളർ തന്നെ. പിന്നെ പെട്ടെന്ന് ഇതെന്നാന്ന് പറഞ്ഞാൽ ഞാൻ ടാപ്പ് നിർത്തിയിട്ട് താഴെ ചെറിയൊരു കുഴിയാണ്, അവിടെ ചെന്ന് വെള്ളം ഒരു ബക്കറ്റിൽ എടുത്തുകൊണ്ടുവന്ന് എടുത്തപ്പോൾ ആ വെള്ളത്തിന് ഒരു കുഴപ്പമില്ല. പിന്നെ ഞാൻ തിരിച്ച് ടാങ്കി കയറിയപ്പോൾ ടാങ്കിലെ വെള്ളത്തിനും ലൈറ്റ് അടിച്ചപ്പോൾ ചെറിയൊരു കളർ വ്യത്യാസം പല കണ്ടു. പല പ്രാവശ്യം വെള്ളം ശേഖരിച്ച പാത്രങ്ങൾ കഴുകിയ ശേഷം ജലം സംഭരിച്ചിട്ടും നിറമാറ്റത്തിന് വ്യത്യാസമുണ്ടായില്ല. സംശയം തോന്നിയ അനീഷ് മുറ്റത്ത് തന്നെ സ്ഥാപിച്ചിട്ടുള്ള ടാങ്കിൽ ശ്രദ്ധിച്ചപ്പോഴാണ് വെള്ളത്തിനാകെ നിറമാറ്റം കണ്ടത്. ഉടൻ തന്നെ അയൽവാസികളെയും ഗ്രാമപഞ്ചായത്ത് അംഗത്തെയും വിവരം അറിയിച്ചു. പിന്നീട് ആരോഗ്യ പ്രവർത്തകരെ വിവരമറിയിച്ചെങ്കിലും ടാങ്കിൽ ശേഖരിച്ച വെള്ളമായതിനാൽ തങ്ങൾക്ക് നടപടിയെടുക്കുവാൻ കഴിയില്ലെന്ന് അറിയിച്ചു. ഇതേ തുടർന്ന് മുരിക്കാശ്ശേരി പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. പോലീസ് എത്തി പരിശോധിച്ച ശേഷം പരാതി എഴുതി വാങ്ങിയതല്ലാതെ തുടർ നടപടികളൊന്നും ഉണ്ടായിട്ടില്ലെന്നും അനീഷ് പറയുന്നു. ടാങ്കിൽ നിന്നും വെള്ളമെടുത്ത് വീടിന് സമീപത്തെ പുല്ലുൾപ്പെടെയുള്ള കളകളുടെ മുകളിൽ ഒഴിച്ചപ്പോൾ ഇവ പൂർണ്ണമായും കരിഞ്ഞുപോയി. ഇതിൽ നിന്നും തന്നെ വ്യക്തമാണ് അമിത വിഷമുള്ള കീടനാശിനിയാണ് കലർത്തിയതെന്ന്. കൊച്ചുകുട്ടികൾ ഉൾപ്പെടെയുള്ള വീട്ടിൽ വൻ ദുരന്തമാണ് തലനാരിഴയ്ക്ക് ഒഴിവായത്. സംഭവം സംബന്ധിച്ച് അടിയന്തരമായി അന്വേഷണം പൂർത്തിയാക്കി കുറ്റക്കാരെ കണ്ടെത്തണമെന്നാണ് വീട്ടുകാരുടെ ആവശ്യം. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.